കണ്ണൂർ സ്വദേശി റസീന മദ്യപിച്ച പ്രശ്നമാണ്. നന്നായിട്ട് വാഹനം ഓടിക്കുന്നവരാണ് റസീന. കണ്ണൂർ സ്വദേശിയാണ്. വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുകൊണ്ട് പലരും വാഹനത്തെ തട്ടുകയും മുട്ടുകയും ചെയ്യുക പതിവ്. ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ കാറിൽ നിന്ന് ഇറങ്ങി അവരുമായിട്ട് വഴക്കുണ്ടാക്കും, അവരെ തൊഴിക്കും. ഇന്ന് ആ ദൃശ്യം മുഴുവൻ നമ്മൾ കണ്ടു. കൂളി ബസാറിൽ വാഹനം ആരോ തട്ടുകയോ പിടിക്കുകയും ചെയ്ത് ചോദ്യം ചെയ്ത നാട്ടുകാർ ഇവരവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് അയാളായിട്ട് വഴക്കുണ്ടാക്കി. അയാളെ തൊഴിക്കുന്ന രംഗം നമ്മൾ ദൃശ്യത്തിൽ കണ്ടു. നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്, കാലൊക്കെ നന്നായിട്ട് പൊങ്ങുന്നുണ്ട്. അയാളുടെ പൃഷ്ഠഭാഗത്താണ് തൊഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് തൊഴിക്കാൻ അറിയാം. അവരെപ്പം മദ്യപിച്ച് വന്നാലും ശരി നാട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കും. വാഹനം സിസാക്കായിട്ട് ഓടുമല്ലോ, പലരെയും ഇടിക്കും, നാട്ടുകാരെ തട്ടും, ചോദ്യം ചെയ്യാൻ പാടില്ല. വന്നാൽ പുറത്തിറങ്ങി അവരെ തൊഴിക്കും, ചീത്തയും വിളിക്കും. സാക്ഷാൽ DGP വന്നാലും DGPയെ തൊഴിക്കും. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവർ ആക്രമിക്കുന്നത് നമ്മളുണ്ട്, തെറി വിളിക്കുന്ന കണ്ടു. ഇവരെ പോലീസ് ഇടപെട്ടു. 2 പേരെ അവർ തൊഴിച്ചു, അവർ തിരിച്ചു തൊഴിച്ചു. പോലീസ് അവരെ അനുനയിപ്പിച്ചു. വനിതാ SI ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഇവർ വനിതാ SIയെ തൊഴിച്ചു. അത് പോലീസിൻ്റെ ഔദ്യോഗികത്തിന് തടസ്സമായി, അവർക്ക് പരിക്കേറ്റു. ഏതായാലും ആ സ്ത്രീ കൂടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീയാണ്. ഇതിനു മുമ്പ് ഒരു 4-5 പ്രാവശ്യം ഇതുപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ചു, പലരെ മുട്ടി, പലരെയും തട്ടി. അവസാനം വഴക്കായി, പോലീസ് അറസ്റ്റ് ചെയ്തു, അവർ ജാമ്യത്തിൽ പോയി. ഇനി അവർക്ക് വാഹനം ഓടിക്കാൻ ലൈസൻസ് കൊടുക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ പോലീസ് അവരെ ലൈസൻസ് പെർമനൻ്റായിട്ട് ക്യാൻസൽ ചെയ്യണം. കാരണം അവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരാണ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, അബദ്ധത്തിലല്ല. വാഹനം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന അവരെ ചോദ്യം ചെയ്താൽ അവർ തൊഴിക്കും. ഇപ്പോഴത്തെ കുറച്ച് കടന്ന കൈയായി അവർ തൊഴിക്കുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർ നമ്മളെല്ലാവരും കണ്ടു. നല്ല ആരോഗ്യസ്ഥിതി, കാലൊക്കെ നന്നായിട്ട് പൊങ്ങുന്നുമുണ്ട്, നല്ല അഭ്യാസിയാണ്, കൊള്ളാം. അതുകൊണ്ട് അവരുടെ സമൂഹത്തിന് യോജിച്ച പ്രവൃത്തിയല്ല. പുരുഷന്മാരുടെ ഒപ്പം സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന്മാർ പലരും കുടിച്ച് കൂത്താടി അവരും പലരെ തൊഴിക്കും, പലരെ ചവിട്ടും, ചീത്ത വിളിക്കും, അവർ കത്തിയെടുത്ത് കുത്തും, വെട്ടും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം ആ സ്ത്രീക്കും അവരെ ആണുങ്ങളെ അനുകരിക്കാനോ അല്ലെ ആണുങ്ങളെ പിന്തുടരാനോ ആണുങ്ങളെ പോലെ പ്രവൃത്തി ചെയ്യാനോ സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, കൊടുത്തു. പക്ഷേ നിയമപരമായ നടപടി ഏൽക്കണം. അതിന് ഏതായാലും അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അവർക്കിനി ലൈസൻസ് കൊടുക്കാൻ പാടില്ല. സമൂഹത്തിൽ പലർക്കും അവരുടെ വാഹനം ഓടിയിട്ട് കൊണ്ട് പരിക്കേൽക്കിട്ടുണ്ട്. അതിനി കൊലപാതകത്തിൽ പോവും, അല്ലെങ്കിൽ അത് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ലെവലിലേക്ക് പോകും. അവർക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല. അവർ മദ്യപിച്ചേ വാഹനം ഓടിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ലൈസൻസ് ഇനി ക്യാൻസൽ ചെയ്യണം. അവരിനി വാഹനം എടുത്ത് റോഡിൽ കൂടെ നടന്ന് ഓടിക്കുന്ന കാഴ്ച ഇനി കാണാൻ പാടില്ല. ഇവർക്ക് എതിരായിട്ടുള്ള 4-5 കേസുകളുണ്ട്. എന്നിട്ടും പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ജാമ്യത്തിൽ വിട്ട് അവരുടെ വാഹനത്തിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന നടപടിയൊന്നും എടുത്തില്ല. ഏതായാലും 3-4 ഇൻസിഡൻറ്റ് നേരത്തെ വന്നു. ഇപ്പോഴത്തെ ഇൻസിഡൻറ്റ് കൂടെ ചേർത്തിട്ട് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ലൈസൻസും തീർച്ചയായിട്ടും ഉടൻ ക്യാൻസൽ ചെയ്യണം. ഇവരുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതൊരു ഫേക്ക് രജിസ്ട്രേഷനാണ് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ആ രജിസ്ട്രേഷനും കട്ട് ചെയ്യാം. കാരണം 3 പ്രാവശ്യമായിട്ട് ഇവർ ആരുടെ വാഹനം എടുത്തുകൊണ്ടാണോ ഓടിച്ചത്, ഇവരുടെ സ്വന്തം പേരിലുള്ളതാണോ അതോ ഏതെങ്കിലും ഫേക്ക് നെയിമിലുള്ള രജിസ്ട്രേഷനാണോ, അങ്ങനെയാണ് ആ രജിസ്ട്രേഷനും കട്ട് ചെയ്യേണ്ടി വരും. ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും ശരി, അത് ഇനി ഒരു അവസരം കൊടുക്കരുത്. അവർക്ക് അത് കട്ട് ചെയ്യണം. അത് തന്നെയല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ലെവലും ഇല്ല. അവർ ആ SI ദീപ്തി, പോലീസ് ഇവരെ വളരെ അനുനയ രൂപത്തിലാണ് ആ കാറിലേക്ക് കയറ്റുന്നതും കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലായപ്പം അവർ ആ SI ദീപ്തിയെ ചവിട്ടുകയോ തൊഴിക്കുകയോ ഒക്കെ ചെയ്തു. അവരെ മർദ്ദിച്ച്
അവരുടെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം വന്നപ്പോൾ ജാമ്യമില്ലാത്ത വാറണ്ടാണ്, ജാമ്യമില്ലാത്ത വകുപ്പായി മാറി. അതുകൊണ്ട് ഇതുപോലെ ധാരാളം സ്ത്രീകൾ ഇപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കേരളത്തിൽ പല സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വാണിംഗ് നിർത്താം, അല്ലെങ്കിൽ ഒരു പെനാൽറ്റി നിർത്താം. രണ്ടാമത് റിപ്പീറ്റ് ചെയ്തെങ്കിൽ അതും നമുക്ക് ക്ഷമിക്കാം. 3 പ്രാവശ്യം, മൂന്നാമത്തേന് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. അവരിനി വാഹനം ഓടിക്കരുത്. ഇത് 4-5 പ്രാവശ്യമായി ഇവർ ഈ വാഹനം മദ്യപിച്ച് കൊണ്ട് ഓടിക്കുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോഴേ കുറച്ചുകൂടെ ഗുരുതരമായ കാര്യമാണ് കണ്ടത്. ഇറങ്ങി നിന്ന് തൊഴിക്കുകയാണ്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർ വയലൻ്റ് ആകുകയാണ്. ധാരാളം സ്ത്രീകൾ ഇതുപോലെ മദ്യപിച്ച് കാർ ഓടിക്കുന്ന, ഇവിടെ സീരിയൽ നടികൾ മദ്യപിച്ച് കാർ ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കി അപകടം ഉണ്ടാക്കിയൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്. അവരെ പറ്റി ഇപ്പം കേൾക്കുന്നില്ല. എങ്കിലും വളരെയധികം ആൾക്കാർ, കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോൾ വാഹനം ഓടിക്കുന്നുണ്ട്. അവരും പതുക്കെ പതുക്കെ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല ഗെറ്റ് ടുഗദറിലും പാർട്ടികളിലും സ്ത്രീകൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളുടെ ഒപ്പം മദ്യപിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ പ്രവണത കൂടി വരുന്നതുകൊണ്ട് നിയമം കർശനമായിട്ട് നമുക്ക് നടപ്പാക്കേണ്ടിയിരിക്കുന്നു. കാരണം മദ്യപിച്ച് 1, 2, 3 പ്രാവശ്യം കഴിഞ്ഞാൽ അവരിനി വാഹനം ഓടിക്കണ്ട. തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും. മറ്റു വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിക്കും, അല്ലെങ്കിൽ 2 വീലർ ചെന്നിടിക്കും. അത് പലരുടെയും ജീവൻ അപകടത്തിലാവും. ആ കുടുംബം, ആ അപകടത്തിൽ ആളുടെ കുടുംബം അനാഥമാകും. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലായിരിക്കും ചിലപ്പോൾ ആ കുടുംബം ജീവിച്ചു പോരുന്നത്. ഇങ്ങനെ ദൈനംദിനം പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിശക്തമായ നടപടി ഇവർക്കെതിരായിട്ട് എടുക്കണം. അത് തന്നെയല്ല, ഇവരെ പെട്ടെന്ന് കുറ്റച്ചാർജ് കൊടുത്ത് ഇവരെ കൺവിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺവിറ്റ് ചെയ്യണം. കാരണം ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം വന്നു SI അവർ ചവിട്ടുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തതാണ്. ധാരാളം സബ് ഇൻസ്പെക്ടർമാർ ഇപ്പം കേരള പോലീസിൽ വനിതകളുണ്ട്. അവർക്കൊന്നും ഇവരോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. നിയമത്തിൻ്റെ വകുപ്പുകൾ ചേർത്ത് ശക്തമായ നടപടിയെടുത്ത് വേണം അവരെ നിശബ്ദരാക്കാൻ. അതുകൊണ്ട് ഇവരുടെ അടുത്ത് ഒരു കൺസെഷൻ കാണിക്കാൻ പാടില്ല. ഇവരെ റിമാൻഡിൽ കടന്ന് തന്നെ ഇവർക്ക് കുറ്റച്ചാർജ് കൊടുക്കണം. കാരണം 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷിക്കുന്നതാണ്. ഇവരെ കുറേ നാൾ ജയിലിലിട്ടെങ്കിൽ മാത്രമേ ഇവർ നോർമൽ ആവുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു.